DIG വിനോദ് കുമാറിന്റെ വീട്ടിലും ക്വാർട്ടേഴ്സിലും വിജിലൻസ് റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. വിശദാംശങ്ങളുമായി ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, വീട്ടിലും ക്വാർട്ടേഴ്സിലും അടക്കമാണ് റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിനോദ് കുമാറിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഇപ്പോൾ DIG വിനോദ് കുമാറിനെതിരെ ഇത്തരത്തിലൊരു കേസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈക്കൂലി വാങ്ങിയതിനാണ് DIG വിനോദ് കുമാറിനെതിരെ കേസ് മുന്നേ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതും തടവുകാരിൽ നിന്ന്. അതായത് ഈ ഉന്നത ഭരണത്തിൽ, അതായത് ഉന്നത പോലീസ് മേധാവികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തടവുകാർക്ക് വേണ്ടി ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരിൽ നിന്ന് പലപ്പോഴായി കൈക്കൂലികൾ വാങ്ങുന്നു എന്ന് തന്നെയായിരുന്നു വിനോദ് കുമാറിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്. ഇപ്പോഴിതാ രണ്ടാമത്തെ സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെർച്ച് വാറന്റ് വാങ്ങിയ ശേഷമാണ് ഇന്നലെ വിനോദ് കുമാറിന്റെ ആലപ്പുഴയിലെ വീട്ടിലും പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും വിജിലൻസ് സംഘം റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ ചില രേഖകളും പിടിച്ചെടുത്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ഉൾപ്പെടെ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം വിനോദ് കുമാറിനെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും ആ പദവിയിൽ വിനോദ് കുമാർ സർക്കാരിന്റെ സംരക്ഷണത്തിൽ കഴിയുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP, DIG വിനോദ് കുമാറിന്റെ വസതിയിലും ക്വാർട്ടേഴ്സിലുമാണ് നിർണായകമായ വിജിലൻസിന്റെ റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി. ദിഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.